കുഞ്ഞു വയറ്റിലുള്ളപ്പോൾ മാത്രമല്ല പുറത്തു വന്ന് കഴിയുമ്പോഴും നമ്മൾ കുഞ്ഞിൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ട്. 6 മാസം വരെ കുഞ്ഞുങ്ങൾക്ക് പാലല്ലാതെ മറ്റൊന്നും കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. 6 മാസത്തിന് ശേഷം കുഞ്ഞുങ്ങൾക്ക് എന്തൊക്കെ ഭക്ഷണം കൊടുക്കണം, ഏതൊക്കെ അളവിൽ കൊടുക്കണം, എങ്ങനെയൊക്കെ കൊടുക്കണം എന്നുള്ള വീഡിയോ ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് 6 മാസത്തിന് ശേഷം, അതായത് 7-ാം മാസം കംപ്ലീറ്റ് ആയതിനു ശേഷം കുട്ടികൾക്ക് കൊടുക്കാവുന്ന ഒരു ഭക്ഷണമാണ് നവര അരി. കുട്ടികൾക്ക് തൂക്കക്കുറവ് ഉണ്ടാകുന്ന സമയത്ത് പല ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാവുന്നതാണ്. ഇമ്മ്യൂണിറ്റി കുറയും, ഇടയ്ക്കിടയ്ക്ക് അസുഖങ്ങൾ വരും, അങ്ങനെ കുട്ടികൾക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ വരും. അതിൽ നിന്നും തടയാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് നവര അരി. നവര അരി കുറുക്കാക്കിയും കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ്. തൂക്കക്കുറവുള്ള കുട്ടികൾക്ക് തൂക്കം വയ്ക്കാനോ, അതേപോലെ നിറം ഒക്കെ കുറവുള്ള കുട്ടികളാണെങ്കിൽ അല്പം നിറം വയ്ക്കാനോ ഒക്കെ നവര അരി നന്നായി സഹായിക്കുന്നുണ്ട്. നവര അരി നന്നായി കഴുകിയതിന് ശേഷം വെയിലത്തിട്ട് 4-5 മണിക്കൂർ നന്നായി ഉണക്കിയെടുക്കണം. ഒരിക്കലും നനവ് പാടില്ല. നന്നായി ഉണങ്ങിയതിന് ശേഷം, വെയിലില്ല എങ്കിൽ 2 ദിവസം വെച്ചെങ്കിലും ഉണക്കിയെടുക്കണം. നന്നായി ഉണങ്ങിയതിന് ശേഷം നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. നമുക്കിത് പൊട്ടിച്ച് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും, പൊട്ടിക്കാൻ കഴിയും. ആ ഒരു പരുവാവണം. നമ്മൾ കടിച്ചൊക്കെ നോക്കുന്ന സമയത്തൊക്കെ മനസ്സിലാവുന്നതാണ്. നന്നായി ഉണങ്ങിയ നവര അരി ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കുക. നമുക്കിത് അരിക്കൊന്നുമില്ല, അതുകൊണ്ട് നന്നായിട്ട് ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. പൊടിച്ചതിന് ശേഷം നമുക്ക് നനവില്ലാത്തൊരു പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാം. 5 മിനിറ്റ് മാത്രം വറുത്തെടുത്താൽ മതി. വറുത്തെടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ കേടുകൂടാതിരിക്കാൻ വേണ്ടിയിട്ടും അതേപോലെ കുട്ടികൾക്ക് വയറ് സ്തംഭനമൊന്നും ഉണ്ടാവാതിരിക്കാനും വേണ്ടിയിട്ടാണ് കേട്ടോ. ഇങ്ങനെ നന്നായിട്ട് ഫൈനായിട്ട് പൊടിച്ച് വറുത്ത് വെച്ച് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. ഇനി കുട്ടികൾക്ക് ഇതെങ്ങനെ തയ്യാറാക്കി കൊടുക്കുക എന്ന് നോക്കാം. 1 സ്പൂൺ നവര അരിപ്പൊടി ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് പനങ്കൽക്കണ്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. കട്ടയൊന്നും ഇല്ലാതെ നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ നമുക്കിത് ഒന്ന് ചൂടാക്കിയെടുക്കാം. അധികം തിക്കായി പോവരുത്, അധികം ലൂസായി പോവരുത്, അങ്ങനെ ഒരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത്. പിന്നെ ഈ കുറുക്ക് കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അല്പം വെള്ളം കൂടി കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. കാരണം എത്രയായാലും ഇതൊരു അരിയാണ്, അതുകൊണ്ട് കുട്ടികൾക്ക് കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങൾ ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കിക്കോ. 7 മാസം കംപ്ലീറ്റ് ആയ കുട്ടികൾക്ക് ഇത് കൊടുത്ത് തുടങ്ങാവുന്നതാണ്.